വെൽക്കം ബാക്ക് ടു നോട്ട് ദ പോയിന്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു സ്പൈസി അടിപൊളി ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഡ്രിങ്കിന്റെ പേരാണ് സൈച്ചേട്ടാ പറഞ്ഞോ. ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാം റെസിസ്റ്റൻസ് പവർ കൂട്ടാൻ വേണ്ടിയുള്ള ഡ്രിങ്കാണ്. അതായത് ഈ സ്പൈസസ് ലൈക്ക് ഇത് ടെർമറിക് പൗഡർ ആണ്. അതുപോലെ തന്നെ ഇത് ക്ലൗസ്, ഗ്രാമ്പൂ എന്ന് പറയും ക്ലൗസ്. അതുപോലെ തന്നെ ലൈം ഉണ്ട്, ലൈം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ജിഞ്ചർ ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഹണി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മൾ സാധാരണ ഈ പ്ലെയിൻ വാട്ടർ, മിനറൽ വാട്ടറാണിത്. അതുപോലെ തന്നെ ഇത് ഐസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു ഡ്രിങ്കിൻ്റെ പേര് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് നമ്മുടെ ഒരു പുതിയൊരു ഇൻവെൻഷനാണ്. ഞാനിതിങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് നല്ലൊരു ഒരു റിഫ്രഷിങ്, കുറച്ച് ഒരു ആക്റ്റീവായിട്ട് എനിക്ക് തോന്നി തുടങ്ങി ഈ ഡ്രിങ്ക്. അപ്പം നമുക്ക് ഇന്നത്തെ സിറ്റുവേഷനിൽ എനിക്കറിഞ്ഞൂടെ എന്ത് ഒരു പേരിടണം എന്നുള്ളത്. അതിപ്പം സ്റ്റിൽ ഞാൻ സ്ട്രഗിളിലാണ്. അപ്പം ഇന്ന് ജോസിന്റെ പേരിലായിക്കോട്ടെ. ജോസിന് പറ്റിയ എന്തെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാനുണ്ടോ? നമുക്കതിലേക്കോ? അപ്പൊ പേരിട്ടിട്ടില്ല. പേര് ഇത് എന്തുകൊണ്ടും നമുക്ക് ഇടാം. ഇപ്പം ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ട് എല്ലാം നമ്മുടെ ഒരു ഡൈജഷനെയും റെസിസ്റ്റൻസും ഹെൽത്തും എല്ലാം അങ്ങനത്തെ ഒരു ഡ്രിങ്കാണ്. റെസിസ്റ്റൻസ് പവറൊക്കെ, ബോഡിയുടെ റെസിസ്റ്റൻസ് ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. അപ്പം ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു പേരിട്ടാലോ? ഇന്നത്തെ ഒരു ട്രെൻഡിങ് ഗോ കൊറോണ ഗോ, അങ്ങനത്തെ ഗോ. നമുക്ക് ഇപ്പം നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ പേരിട്ട ഗോ കൊറോണ ഗോ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. സഹിച്ചതാ. ഓക്കെ, ജോ സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അല്പം ഐസ് എടുക്കുക. ഒരു ക്ലൗവ് ഇത് പറഞ്ഞ ഒരു സൈഡ് എടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ഇത് കിട്ടും. അതുപോലെ തന്നെ വളരെ കുറച്ച് ടർമറിക് പൗഡർ എടുക്കുക. ഒരു ഹാഫ് ലെമൺ നമുക്ക് സ്ക്യൂസ് ചെയ്യാനത്. അതുപോലെ തന്നെ അല്പം ഫ്രഷ് ജിഞ്ചർ. നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഹണി, നമുക്കൊരു സ്പൂൺ ഹണി ചേർക്കാം. ഇത് നമുക്ക് അല്പം ഇത് പ്ലെയിൻ വാട്ടർ, മിനറൽ വാട്ടറാണ്. നമുക്ക് പ്ലെയിൻ വാട്ടർ നമുക്ക് ചേർക്കാം. ഒരു 50 ml വാട്ടർ ചേർത്താൽ മതി. ഇത് നമുക്ക് നന്നായിട്ട് ഷേക്ക് ചെയ്ത് നമുക്ക് സ്ട്രെയിൻ ചെയ്യാം അതിനകത്ത്.
നമുക്കല്പം ഫ്രഷ് ഐസ് ഇട്ട് നമുക്ക് ചെയ്യുന്നത്. നമുക്കൊരു ചെറിയ ഗാർണിഷ് വെക്കാം കൂടുതൽ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ഗോ കൊറോണ ഗോ ഡ്രിങ്ക് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. താങ്ക് യു. നല്ല അടിപൊളി എനർജി ഡ്രിങ്ക് ആണിത്. ഇതിൻ്റെ ഫ്ലേവർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ടർമറിക് പൗഡറിൻ്റെയും ടർമറിക്കിൻ്റെയും ജിഞ്ചറിൻ്റെയും പിന്നെ ഹണിയുടെയും ഒരു കോമ്പിനേഷനാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷെ മഞ്ഞളിൻ്റെ ആ ഒരു ലൈറ്റ് ടേസ്റ്റേ ഉള്ളൂ. നമ്മൾ ഒത്തിരി ഇങ്ങനെ ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നില്ല. പക്ഷെ ഒരു ലൈറ്റ് ടേസ്റ്റ്, അതിൻ്റെ കൂടെ ജിഞ്ചറിൻ്റെ ഒരു ടേസ്റ്റ്, കൂടെ ഹണി. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാനിപ്പോൾ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം ഇവിടുത്തെ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന് ഏകദേശം ഒരു 50% ആൾക്കാർക്കും കൊറോണ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ എനിക്കും വന്നിട്ടുണ്ടായിരുന്നു കൊറോണ. അപ്പം ആ സമയത്ത് എനിക്കിത് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് എനർജി ആയിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഇപ്പം ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലെമൺ ഒത്തിരി കഴിക്കണം, കാരണം വിറ്റമിൻ സി അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ടർമറിക് ഒത്തിരി നല്ലതാണ്. നമ്മൾ ചുമ വരുമ്പോൾ ഒക്കെ ടർമറിക് ഒത്തിരി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ ചുമ കലക്കി കുടിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഭയങ്കര റെസിസ്റ്റൻസ് പവറും നമ്മുടെ ബോഡി റെസിസ്റ്റൻസും ഒക്കെ കൂട്ടുന്ന ഒരു സ്പൈസാണ് ടർമറിക്. അപ്പം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി അതിനെ ഓവർകം ചെയ്യായിരുന്നു. കാരണം കൊറോണ നിങ്ങൾ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ വന്നപ്പം നമ്മൾക്ക് നമുക്ക് സാധാരണ വരുന്ന ഒരു വൈറൽ ഫീവർ ഉണ്ടല്ലോ, വൈറൽ ഫീവറിൻ്റെ ഒരു 10 times സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു വൈറൽ ഫീവർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒത്തിരി വെയിറ്റ് ലോസ് ആയി, അതുപോലെ തന്നെ ടയർഡ്നെസ്, ഷിവറിങ്, അതുപോലെ നമ്മളങ്ങ് ഭയങ്കരമായിട്ട് ടയർഡായി പോകുന്ന ഒരു ഫീലായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് ഈ ഡ്രിങ്ക് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ഉണർന്നെഴുന്നേൽക്കായിരുന്നു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരമാണ് ഞാനിത് പതുക്കെ ഒരു ഇൻവെൻഷനായിട്ട് തോന്നി തുടങ്ങിയത്. ഞാനിങ്ങനെ വീട്ടിലുണ്ടാക്കി കുടിക്കുമായിരുന്നു ഈ സംഭവം. പക്ഷെ എനിക്ക് എന്തോ കൊറോണ വന്നില്ല ഇതുവരെ. ഓക്കെ, അപ്പം സഹിച്ചാൽ ചിലപ്പോൾ ഇതൊക്കെ കുടിക്കുന്നവരുണ്ടായിരുന്നു. ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഒന്നാമത് ഇഷ്ടമുള്ള ടേസ്റ്റ് ആണ് ഈ ജിഞ്ചർ, ടർമറിക്, അതുപോലെ തന്നെ ലൈമ്. ഞാൻ ഏറ്റവും കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് ടേസ്റ്റ് വെച്ച ഒരു ഡ്രിങ്ക് ഒരു മോക്ടെയിൽ ആയിട്ട് ഉണ്ടാക്കാൻ നോക്കിയത്. അപ്പം ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാണ്. പിന്നെ ഇതിനകത്ത് ആൽക്കഹോളൊന്നുമില്ല. അപ്പം കംപ്ലീറ്റ്ലി ഒരു ബോഡി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് പവർ കൂട്ടാനുള്ള ഒരു ഇപ്പോഴത്തെ ഈ മൊമെന്റിൽ അത്യാവശ്യമായിട്ടുള്ളൊരു ഡ്രിങ്ക് ആയിട്ടാണെന്നാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നിങ്ങളെ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡ്രിങ്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. Thank you so much. Go Corona, go. Not the point.